ഹലോ, വെൽക്കം ടു ഡി എ സൊല്യൂഷൻസ് സാക്കിയ ട്യൂട്ടോറിയൽ. ഈ വീഡിയോ നമുക്കൊരു ബില്ല് എങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കാം. സാക്കി ഓപ്പൺ ചെയ്താൽ പർച്ചേസസിൽ ബിൽസ് എന്ന് കാണാം. ന്യൂ, ഫസ്റ്റ് വെണ്ടർ നെയിം. ഇപ്പോൾ നിലവിലുള്ള പുതിയൊരു വെണ്ടർ ആണെങ്കിൽ ന്യൂ വെണ്ടേഴ്സ് അടിച്ചാൽ ഇവിടെ നമുക്ക് വെണ്ടർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബിൽ നമ്പർ, ബിൽ ഡേറ്റ്, അടുത്ത ഐറ്റം ചൂസ് ചെയ്യുക, അതിൻ്റെ ക്വാണ്ടിറ്റി കൊടുക്കുക. താഴോട്ട് വന്നാൽ കാണാം സേവാസ് ഓപ്പൺ എന്ന് കാണാം, അത് കൊടുത്താൽ മതി. അല്ലാണ്ട് നമ്മളൊരു പർച്ചേസ് ഓർഡർ കൊടുത്ത് ബിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ഓർഡർ എടുക്കുക. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തൊരു പർച്ചേസ് ഓർഡറാണ്. മുകളിൽ കാണാം കൺവേർട്ട് ടു ബില്ല്. ഓക്കെ, റിസീവ്ഡ് എന്ന് കാണാം. ഫസ്റ്റ് റിസീവ് ചെയ്തിട്ടാണ് ഞാൻ ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐറ്റംസ് ചെക്ക് ചെയ്യുക, ക്വാണ്ടിറ്റി ആണോ കറക്റ്റാണ് നോക്കുക, സേവ് ആസ് റിസീവ്ഡ് കൊടുക്കുക. ഇനി ഈ ഒരു ഐറ്റത്തിനെ കൺവേർട്ട് ടു ബില്ല് ചെയ്ത് കൊടുക്കുക. വെണ്ടർ നെയിം എല്ലാം വന്നിട്ടുണ്ട്. ബിൽ നമ്പർ എൻ്റർ ചെയ്യുക. ഐറ്റംസ് നമ്മൾ നേരത്തെ റിസീവ് ചെയ്ത ഐറ്റംസ് അതുപോലെ വന്നിട്ടുണ്ട്. ക്വാണ്ടിറ്റിയോടെ കൺഫേം ചെയ്തിട്ട് പ്രൈസ് എല്ലാം ചെക്ക് ചെയ്ത് സേവ് ആസ് ഓപ്പൺ കൊടുക്കുക. ഇപ്പോൾ ഒരു ബില്ല് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് റെക്കോർഡ് പേയ്മെൻറ്റ് എന്ന് കാണാം. എത്രയാണോ നമ്മൾ പേയ്മെൻറ്റ്, ഫുൾ പേയ്മെൻറ്റ് ആണോ ഫുൾ പേയ്മെൻറ്റ് കൊടുക്കുക. അല്ല ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. എത്ര എമൗണ്ട് പേ ചെയ്യുന്നതിൽ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റ് മോഡ്, പേയ്മെൻറ്റ് ഡേറ്റ്, പെയ്ഡ് ത്രൂ, ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. താഴോട്ട് വന്ന സേവ് എന്ന് കാണാം. ഇപ്പോൾ ആ ഒരു ബില്ല് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. കാണാം, ബാലൻസ് കാണാം, 0 എന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.